ഹായ്. പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിൽ അപ്പത്തിൻ്റെ കൂടെ കറി റെഡിയായില്ലെങ്കിൽ അമ്മ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടിയിട്ട് ആ ചൂട് അപ്പത്തിൽ ഒഴിച്ച് തരും. നല്ല ടേസ്റ്റായിരുന്നു അന്നതിന്. അന്ന് വല്ലപ്പോഴാ കിട്ടുന്ന മുട്ട റോസ്റ്റിനായിരുന്നു പക്ഷേ രുചി കൂടുതൽ. ഇന്ന് അതൊക്കെ മാറിയല്ലേ. ഇന്ന് അപ്പത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ ഇപ്പോഴത്തെ പിള്ളേർ കഴിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ആ പഴയ മുട്ട റോസ്റ്റ് ഒന്നുകൂടെ ഉണ്ടാക്കാൻ എനിക്കിന്ന് തോന്നി. അപ്പോൾ ഇന്ന് നമുക്ക് അപ്പം മുട്ട റോസ്റ്റും ആക്കിയാലോ. അപ്പം മുട്ട റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകവും സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എന്നിവ നന്നായി വഴറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് വഴറ്റി അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ മുട്ട എനിക്ക് പണി തന്നു. മുട്ടയല്ല പണി തന്നത്. മുട്ട പൊളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിറക്കിയെന്നൊരു വിളി വന്നു, അമ്മയെ ടൈമായെന്ന്. ആ വെപ്രാളത്തിൽ പൊട്ടിച്ചപ്പോൾ മുട്ടയുടെ തോല് മൊത്തം ഇളകിപ്പോയി. അപ്പോൾ അതാ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലേശം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അവസാനം ഒരു നുള്ള് പഞ്ചസാര കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് നല്ല ചൂട് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ രാവിലെ ഹാപ്പി ആക്കുന്ന ഒരു കാര്യം എന്താണ് അല്ലേ? രാത്രി അരച്ച് വെച്ചിരിക്കുന്ന മാവ് നല്ലതുപോലെ പൊന്തി റെഡിയായി കിട്ടിയ അന്നത്തെ ദിവസം ഹാപ്പി. എന്തായാലും ഞാൻ അപ്പത്തിൻ്റെ മാവൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണ്, ഏതാണ് നിങ്ങളെ ഫേവറേറ്റ് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ.